നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സെൻട്രിഫ്യൂഗേഷനെ കുറിച്ചിട്ടാണ്. സെൻട്രിഫ്യൂഗേഷൻ Centrifugation is the most popular technique used in biological sciences for separation of particles or microorganisms by centrifuge. പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും മോസ്റ്റ് പോപ്പുലർ ആയ ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. A centrifuge is a device for separation of a microorganism from the suspended fluid using centrifugal force. എന്താണ് ഈ സെൻട്രിഫ്യൂഗ്? സെൻട്രിഫ്യൂഗ് എന്ന് പറയുന്നത് മൈക്രോ ഓർഗാനിസിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. അപ്പോൾ മൈക്രോ ഓർഗാനിസം നമ്മൾ എവിടെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുക? ഒരു സസ്പെൻഡ് ആയ ഫ്ലൂയിഡ് ഉണ്ടാവും, സസ്പെൻഷൻ ലിക്വിഡ് പോലത്തെ ഫ്ലൂയിഡ്. അതിൽ നിന്ന് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് സെൻട്രിഫ്യൂജ്. അപ്പൊ അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഫോഴ്സ് വേണം. ആ ഫോഴ്സ് നമ്മൾ സെൻട്രിഫ്യൂജൽ ഫോഴ്സ് എന്ന് വിളിക്കുന്നു. Particles separate according to their size, shape, density, viscosity of the medium and rotor speed. അപ്പൊ പാർട്ടിക്കിൾസ് എങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്ന വെച്ചാൽ അവരുടെ സൈസ്, ഷേപ്പ്, പിന്നെ ഡെൻസിറ്റി, വിസ്കോസിറ്റി ഓഫ് ദ മീഡിയം, പിന്നെ അതിന്റെ ഒരു മെഷീൻ റോട്ടർ, അതിന്റെ സ്പീഡ്, ഇതിനനുസരിച്ചാണ് പാർട്ടിക്കിളിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ സെൻട്രിഫ്യൂഗേഷൻ ക്യാൻ ഓൺലി ബി യൂസ്ഡ് when the dispersed material is denser than the medium. സെൻട്രിഫ്യൂഗേഷൻ നമുക്ക് എല്ലാ കേസിലും ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ ഡിസ്പേഴ്സ് ചെയ്ത മെറ്റീരിയൽ ഉണ്ടാവില്ലേ, അത് പറയുന്നത് നമ്മുടെ മീഡിയത്തിനേക്കാളും ഡെൻസർ ആയിരിക്കണം. നമ്മൾ എവിടെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്? ആ ഒരു മീഡിയയില്ലേ, ആ മീഡിയത്തിനേക്കാളും ഡിസ്പേഴ്സ് ചെയ്ത മെറ്റീരിയൽ ഡെൻസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ നടത്താൻ പറ്റൂ. ഇൻ എ സൊല്യൂഷൻ ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾ സെഡിമെന്റ് ഇൻഫ്ലുവൻസ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫീൽഡ്. അപ്പം സൊല്യൂഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹൈ ഡെൻസിറ്റി പാർട്ടിക്കിൾസ് എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാവിറ്റേഷൻ ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് കാരണം അടിയിലേക്ക് പോകുന്നുണ്ട്. സെഡിമെന്റ് ചെയ്തിട്ട് അടിയിലേക്ക് നിൽക്കും. ലോ പാർട്ടിക്കിൾസ് മേലെ ഉണ്ടാവും. ആ ഹൈ ആയിട്ടുള്ള പാർട്ടിക്കിൾസ്, നല്ല ഡെൻസ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻഫ്ലുവൻസ് കാരണം താഴെ സെഡിമെന്റ് ചെയ്ത് നിൽക്കും. മൂവ്മെന്റ് ഓഫ് പാർട്ടിക്കിൾ അണ്ടർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കോൾഡ് സെഡിമെന്റേഷൻ. അപ്പം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കാരണം പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ഉണ്ടാകുന്നില്ലേ, അത് നമ്മൾ എന്ത് പറയുന്നത്? സെഡിമെന്റേഷൻ. ചുരുക്കി പറഞ്ഞാല് പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് അണ്ടർ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അത് കാരണം പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? സെപ്പറേറ്റ് ചെയ്യും. When centrifugal force is applied by the centrifuge, particles move faster. അപ്പൊ നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അപ്ലൈ ചെയ്ത സമയത്ത് എന്ത് സംഭവിക്കും? പാർട്ടിക്കിൾസ് സ്പീഡിൽ പോകും. അതായത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെക്കാളും സ്പീഡായിട്ട് എന്ത് ചെയ്യും? പാർട്ടിക്കിൾസ് മൂവ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, sand particles added in the water filled bucket, it travels slower, but it's sedimented faster when bucket is swing around the circle. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മള് ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് കുറച്ച് പൂയിട്ടാൽ അത് മെല്ലെ മൂവ്. പക്ഷെ നമ്മൾ കൈ കൊണ്ട് ബക്കറ്റിൽ ഇങ്ങനെ സർക്കിൾ ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിപ്പിച്ചിരിക്കും. അപ്പൊ ആ സമയത്ത് സംഭവിക്കും? അവർ പെട്ടെന്ന് തന്നെ സെഡിമെന്റ് ചെയ്യും. The biological materials show a drastic increase in sedimentation when they undergo acceleration in centrifugal force. അപ്പം ബയോളജിക്കൽ മെറ്റീരിയൽസ് എന്ത് ചെയ്യും? അവരുടെ സെഡിമെന്റേഷൻ നമുക്ക് വളരെയധികം കൂട്ടാൻ പറ്റും. എങ്ങനെ? സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കൂടി കൊടുക്കുകയാണെങ്കിൽ അവർ ബയോളജിക്കൽ മെറ്റീരിയൽസിന്റെ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും. Reduced centrifugal force is expressed as a multiple of acceleration due to gravity. അപ്പൊ റിലേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് RCF-നെ നമ്മൾ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന വെച്ചാല് ആക്സലറേഷൻ ഡ്യൂട്ടിയുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ്, ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സെഡിമെന്റേഷന്റെ ബേസിക് പ്രിൻസിപ്പിൾ നോക്കാം. When a biological sample moves in a centrifuge, it experiences an outward centrifugal force. അപ്പൊ ഒരു ബയോളജിക്കൽ സാമ്പിള് സെൻട്രിഫ്യൂഗിൽ ഇങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഒരു ഔട്ട്വാർഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. റേറ്റ് ഓഫ് സെഡിമെന്റേഷൻ ഓഫ് എ ബയോളജിക്കൽ സാമ്പിൾ ഈസ് ഡിപ്പെൻഡ് ഓൺ ദ അപ്ലൈഡ് സെൻട്രിഫ്യൂഗൽ ഫീൽഡ്. അപ്പൊ ഈ ബയോളജിക്കൽ സാമ്പിളിന്റെ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് എന്ത് ഡിപ്പെൻഡ് ആയിരിക്കും? നമ്മൾ എത്ര സെൻട്രിഫ്യൂഗൽ ഫീൽഡ് അപ്ലൈ ചെയ്തു അതിന് ഡിപ്പെൻഡ് ആയിരിക്കും എന്ത്? അവരുടെ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ. അതായത് ഒരു ബയോളജിക്കൽ സാമ്പിള് സെൻട്രിഫ്യൂജിൽ മൂവ് ചെയ്യുന്ന സമയത്ത് അവരെന്ത് ചെയ്യും? അവർ ഓട്ടോമാറ്റിക്കലി ഒരു സെൻട്രിഫ്യൂഗൽ ഔട്ട്വാർഡ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ബയോളജിക്കൽ സാമ്പിളിന്റെ സെഡിമെന്റേഷൻ എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം സെൻട്രിഫ്യൂഗൽ ഫീൽഡ് അപ്ലൈ ചെയ്തു അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. The applied centrifugal force is determined by the radial distance of the particle from the axis of rotation. ഇങ്ങനെ അപ്ലൈ ചെയ്ത സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം?
ആ പാർട്ടിക്കിളിന്റെ റേഡിയൽ ഡിസ്റ്റൻസ് ഉണ്ടാവില്ലേ, ആ പാർട്ടിക്കിളിന്റെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ എവിടുന്നാണോ റൊട്ടേറ്റ് ചെയ്യുന്നത് ആ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പാർട്ടിക്കിളിന്റെ റേഡിയൽ ഡിസ്റ്റൻസ് എത്രയാണ് അത് ഡിറ്റർമൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിന്റെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇഫ് ദ ആംഗുലർ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഒമേഗ ആൻഡ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ഓഫ് ദ പാർട്ടിക്കിൾ ആർ. അപ്പം ഇവിടെ ഈ പാർട്ടിക്കിളിന്റെ ആംഗുലർ വെലോസിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക, അവർ മൂവ് ചെയ്യുമ്പോൾ അവർക്ക് വെലോസിറ്റി ഉണ്ടാവും, ഡിസ്റ്റൻസ് ടൈം ഉണ്ടാവും. അതിനെ ആംഗുലർ വെലോസിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യുക. അതുപോലെ അത് ഡിസ്റ്റൻസ് ആർ എന്ന് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത സെൻട്രിഫ്യൂഗൽ ഫീൽഡ് ജി നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ജി ഈസ് ഈക്വൽ ടു ഒമേഗ സ്ക്വയർ എന്നത്. ആൻഡ് ഇഫ് ദ മാസ് ഓഫ് ദ പാർട്ടിക്കിൾ എം, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എഫ് അങ്ങനെയാണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എം ജി. അപ്പൊ മാസ് എമ്മും സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എഫും ആണെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, എഫ് ഈസ് ഈക്വൽ ടു എം ജി എന്ന് കൊടുക്കാം. അപ്പൊ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഒമേഗ സ്ക്വയർ ആർ. നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്ന ആംഗുലർ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 2π/ന്യൂ അല്ലെങ്കിൽ 2πs എന്ന് പറയാം, where s is the frequency. അപ്പൊ ഫ്രീക്വൻസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് റെവല്യൂഷൻ പെർ മിനിറ്റ് ഡിവൈഡ് ബൈ 60 എന്നാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒമേഗ ഈക്വൽ 2π ഇൻറ്റു റെവല്യൂഷൻ പെർ മിനിറ്റ് ബൈ 60 വരും. അത് നമ്മൾ ജി ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ജി ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ എന്നാണ്. അപ്പൊ 4π സ്ക്വയർ റെവല്യൂഷൻ പെർ മിനിറ്റ് ഓൾ സ്ക്വയർ ഡിവൈഡ് ബൈ 3600. The centrifugal field is generally expressed in multiples of gravitational field. Relative centrifugal force is the ratio of the centrifugal acceleration and the gravitational acceleration. Relative centrifugal force എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം, റേഷ്യോ ഓഫ് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഡിവൈഡഡ് ബൈ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ. അതായത് ഇത് രണ്ടിന്റെയും റേഷ്യോ ആണ് എന്ത് റേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്നത്. ഏതിന്റെ എല്ലാം സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ജിയുടെയും പിന്നെ ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ സ്മോൾ ജിയുടെയും റേഷ്യോ ആണ് എന്ത് റേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. പിന്നെ അവിടെ ജിയുടെ വാല്യൂ അവിടെ എക്സ്പ്രസ് ചെയ്തു, അവിടെ ഇക്വേഷൻ മാറ്റി എഴുതി. അപ്പൊ അങ്ങനെ നമുക്ക് ലാസ്റ്റ് ആർ സി എഫ് കിട്ടുന്നത് 1.12 ഇൻറ്റു 10⁻⁵ RBM സ്ക്വയർ ഇൻറ്റു ആർ. So the radial centrifugal force applied to the particle, the centrifugation can be calculated. അതുകൊണ്ട് നമുക്ക് ആർ സി എഫ് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് സെൻട്രിഫ്യൂഗിന്റെ ലബോറട്ടറി സെൻട്രിഫ്യൂഗിന്റെ സ്കീമാറ്റിക് റെപ്രസെന്റേഷൻ ആണ് കൊടുത്തത്. ലാസ്റ്റ് അടിയിൽ മോട്ടർ ഉണ്ട്, മേലെ റോട്ടർ, ചാമ്പർ, പിന്നെ പുറത്തേക്ക് സ്ലൈഡിംഗ് ഡോർ ഉണ്ട്, കൺട്രോൾ ചെയ്യാൻ പാനൽ ഉണ്ട്, പിന്നെ പുറത്തേക്ക് പ്രഷറിന് വാക്വം പമ്പ്, കൂളിംഗ് സാധനം. റോട്ടേഴ്സിന്റെ ഒരു പിക്ചർ നോക്കാം. സ്വിംഗിങ് ബക്കറ്റ്, ആക്സ് ഓഫ് റൊട്ടേഷൻ, സ്പിന്നിങ്. റെസ്റ്റിലാണെങ്കിൽ താഴോട്ടായിരിക്കും ജി ഉണ്ടാവുക, സ്പിന്നിങ്ങിന്റെ സമയത്ത് ജി ഉള്ളത് ആ റൈറ്റ് സൈഡിലാണ്. ഫിക്സ്ഡ് ആംഗിൾ ആയിരിക്കും. അതിന്റെ ജോമെട്രി ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അതിന് സെൻട്രിഫ്യൂഗൽ റോട്ടേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട്. ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സ് ഉണ്ട്, അതുപോലെ സ്വിംഗിങ് ബക്കറ്റ് റോട്ടേഴ്സും ഉണ്ട്. രണ്ടിനും ഫിഗർ ആണ് കൊടുത്തത്. ഫിക്സ്ഡ് ആംഗിൾ റോട്ടേഴ്സ് ആണെങ്കിൽ സെഡിമെന്ററി പാർട്ടിക്കിൾസ് ഹാവ് ഓൺലി ഷോർട്ട് ഡിസ്റ്റൻസ് ടു ട്രാവൽ ബിഫോർ പെല്ലറ്റിംഗ്. അപ്പൊ പെല്ലറ്റിംഗ് ചെയ്യുന്നതിന് മുമ്പ് സെഡിമെന്ററി പാർട്ടിക്കിൾസ് ചെറിയ ഡിസ്റ്റൻസ് മാത്രമേ ട്രാവൽ ചെയ്യുന്നു. അവരാണ് നമ്മൾ ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ എന്ന് പറയുന്നത്. ആൻഡ് ഷോർട്ടർ റണ്ണർ ടൈം, റണ്ണർ ടൈം എന്ന് പറയുന്നത് വളരെ കുറച്ചാണ്. ആൻഡ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് റോട്ടർ ടൈപ്പ്, നമ്മൾ അധികം മോസ്റ്റ് വൈഡ്ലി ആയിട്ട് യൂസ് ചെയ്യുന്ന റോട്ടർ ടൈപ്പ് ആണ് ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ. ഓക്കെ, സ്വിംഗിങ് ബക്കറ്റ് റോട്ടർ, ലോങ്ങർ ഡിസ്റ്റൻസ് ഓഫ് ട്രാവൽ മേ അലോ ബെറ്റർ സെപ്പറേഷൻ. ഇപ്പൊ സ്വിംഗിങ് ബക്കറ്റ് റോട്ടർ ആണെങ്കിൽ ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും. ഫിക്സ്ഡ് ആംഗിൾ റോട്ടർ സ്മോൾ ഡിസ്റ്റൻസ് മാത്രമേ ട്രാവൽ ചെയ്യുന്നുള്ളൂ. സ്വിംഗിങ് ബക്കറ്റ് റോട്ടർ ലോങ്ങർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നുണ്ട് ആൻഡ് അലോ ബെറ്റർ സെപ്പറേഷനെ അലോ ചെയ്യുന്നുണ്ട്. സെറ്റേഴ്സ് ഇൻ ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ, ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ പോലെയാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് സെപ്പറേഷനെ ഇത് അലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഈസിയർ ടു വിഡ്രോ സൂപ്പർനെറ്റന്റ് വിത്തൗട്ട് ഡിസ്റ്റർബിംഗ് ദ പെല്ലറ്റ്. അതുപോലെ നമുക്ക് സൂപ്പർനെറ്റിനെ നല്ല ഈസി ആയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. പെല്ലറ്റിനൊന്നും ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് നല്ല വൃത്തിയിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയ സാധനം എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ ഉള്ളത് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഴ്സ്. ഹൈ സ്പീഡ് or super speed centrifuges can handle large sample volumes with a few tens of milliliters to several liters. അപ്പൊ നമുക്ക് ലാർജ് വോളിയം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഴ്സ്. അപ്പൊ 10 milliliter മുതൽ എത്ര ലിറ്റേഴ്സ് വരെ ആണെങ്കിലും ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഴ്സിൽ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും.
Additionally, large centrifuges can also reach higher angular velocity. And ഇവർ higher angular velocity reach ചെയ്യുന്നുണ്ട്. The rotors may come with different adapters to hold the various size. അതുപോലെ അവർക്ക് ഡിഫറെന്റ് അഡാപ്റ്റേഴ്സ് ഉണ്ട്. എന്താ വെച്ചാൽ അവർക്ക് വേരിയസ് സൈസ് ഹോൾഡ് ചെയ്യണം. ടെസ്റ്റ് ട്യൂബ്, ബോട്ടിൽസ് ഓർ മൈക്രോലിറ്റർ പ്ലേറ്റ്സ് ഒക്കെ പോലത്തെ വേറെ സാധനങ്ങളൊക്കെ അവർക്ക് ഹോൾഡ് ചെയ്യാനുണ്ട്. Ultracentrifuges can also be used in the study of membrane fractionation. Membrane fractionation വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഡിവൈസ് ആണ് ultracentrifuges. And this occurs because ultracentrifuges can reach maximum angular velocity in excess of 7,000 RPM. 70,000 RPM. അപ്പോൾ ഇവർക്ക് എന്താ പറ്റും? അവർക്ക് ആംഗുലർ വെലോസിറ്റി മാക്സിമം ആംഗുലർ വെലോസിറ്റിയിൽ അൾട്രാസെൻട്രിഫ്യൂഗേഴ്സിന് എത്താൻ പറ്റും. പിന്നെ they can separate molecules in batch or continuous process ചെയ്യാം. നമുക്ക് അൾട്രാസെൻട്രിഫ്യൂഗേഴ്സ് വഴി നമുക്ക് മോളിക്യൂൾസിനെ ഒന്നിക്കിൽ ബാച്ച് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. During the run, the particles or molecules will migrate through the test tube at different speeds depending on their physical properties and the properties of the solution. അപ്പൊ ഈ ഒരു ചെയ്ത സമയത്ത് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും? മൈഗ്രേറ്റ് ചെയ്യുന്നത് ഡിഫറെന്റ് സ്പീഡിലായിരിക്കും മൈഗ്രേറ്റ് ചെയ്യുക. ആ ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയും സൊല്യൂഷന്റെ പ്രോപ്പർട്ടിയും ഒക്കെ നോക്കിയിട്ട് പാർട്ടിക്കിൾസ് അവരുടേതായ ഡിഫറെന്റ് സ്പീഡിലായിരിക്കും ഈ അൾട്രാസെൻട്രിഫ്യൂഗേഴ്സിന് മൈഗ്രേറ്റ് ചെയ്യുന്നത്. അതിന്റെ ചെറിയൊരു ഫിഗർ അവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് ഓഫ് സെൻട്രിഫ്യൂഗേഴ്സിന്റെ ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഴ്സും അൾട്രാസെൻട്രിഫ്യൂഗേഴ്സും. ഹൈ സ്പീഡ് സെൻട്രിഫ്യൂഗേഴ്സിൽ 15,000 to 20,000 RPM വരെ ഉണ്ട്. അൾട്രാസെൻട്രിഫ്യൂഗേഴ്സ് ആണ് 65,000 RPM ആണ്. ഇതിൽ ലാസ്റ്റ് സാമ്പിൾ കപ്പാസിറ്റി ഉണ്ട്. അൾട്രാസെൻട്രിഫ്യൂഗേഴ്സിൽ ലിമിറ്റഡ് ലൈഫ് ടൈം മാത്രമാണ്, എക്സ്പെൻസീവ് ആണ്. പിന്നെ ഹൈ സ്പീഡിലാകുമ്പോൾ നോർമലി റെഫ്രിജറേറ്റഡ് ടൈപ്പ് ആണ്. പിന്നെ അൾട്രയില് റിക്വയർ സ്പെഷ്യൽ റോട്ടേഴ്സ്. ഹൈ സ്പീഡിൽ റിസർച്ച് ആപ്ലിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അൾട്രാസെൻട്രിഫ്യൂഗേഴ്സ് കെയർ ഇൻ യൂസ്, ബാലൻസ് ക്രിട്ടിക്കൽ റിസർച്ച് ആപ്ലിക്കേഷൻസ്. Next, microcentrifuges. Microcentrifuges are used to process a small volumes of biological molecules, cells or nuclei. Microcentrifuges യൂസ് ചെയ്യുന്നത് ചെറിയ ചെറിയ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചെറിയ വോളിയൂംസിൽ, അതായത് മോളിക്യൂൾസിന്, സെൽസിന് അല്ലെങ്കിൽ ന്യൂക്ലിയസിനൊക്കെ ചെറിയ വോളിയൂംസിൽ മാത്രം സെപ്പറേറ്റ് ചെയ്യാണ് മൈക്രോസെൻട്രിഫ്യൂഗേഴ്സ് യൂസ് ചെയ്യുന്നത്. മൈക്രോസെൻട്രിഫ്യൂഗേഴ്സ് ട്യൂബ്സ് ജനറലി ഹോൾഡ് 0.5 to 2 ml of liquid. അപ്പൊ ഇവർക്ക് ഒരു 0.5 മുതൽ 2 ml ലിക്വിഡ് മാത്രം ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി മാത്രമേ ഉള്ളൂ. ആൻഡ് അവർ മാക്സിമം ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത് 1200 മുതൽ 1300 RPM വരെയാണ് അവരുടെ മാക്സിമം ആംഗുലർ സ്പീഡ് എന്ന് പറയുന്നത്. Microcentrifuges are small enough to fit on a tabletop and have a rotors that can quickly change the speeds. മൈക്രോസെൻട്രിഫ്യൂഗേഴ്സിൽ എന്തുണ്ട്? അവർക്ക് ഭയങ്കര സ്മോൾ ആണ്. ടു ഫിറ്റ് ഓൺ ദ ടാബിൾ ടോപ്പിൽ ഫിറ്റ് ചെയ്യാൻ പറ്റും, അത്രയും സ്മോൾ ആണ്. അവര് റോട്ടേഴ്സിന് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പീഡ് ക്വിക്ക് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ദേ മേ ഓർ മേ നോട്ട് ഹാവ് എ റെഫ്രിജറേഷൻ ഫംഗ്ഷൻ. അവർക്ക് റെഫ്രിജറേഷൻ ഫംഗ്ഷൻ ഒന്നിക്കൽ ഉണ്ടാകാം അല്ലെങ്കിൽ ഉണ്ടാവില്ല, രണ്ട് ടൈപ്പിലുണ്ട്. അപ്പോൾ പിന്നെയുള്ളത് സ്മോൾ ബെഞ്ച് സെൻട്രിഫ്യൂജ് ആണ്. സ്മോൾ ബെഞ്ച് ആകുമ്പോൾ സിംപ്ലസ്റ്റ് സെൻട്രിഫ്യൂജ് ദാറ്റ് ആർ യൂസ്ഡ് ടു സെപ്പറേറ്റ് എറിത്രോസൈറ്റ്സ്, ബ്ലഡ് സാമ്പിൾസ്, precipitates and cells are known. അപ്പോൾ സിമിലർ സെൻട്രിഫ്യൂജ് ആണ് ഇത്. എരിത്രോസൈറ്റ്സ് നമ്മുടെ ബ്ലഡ് സാമ്പിൾസിന്, പിന്നെ പ്രെസിപ്പിറ്റേറ്റ്സ്, സെൽസ്, അങ്ങനെ ലബോറട്ടറിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള സെൻട്രിഫ്യൂജ് ആയത്. ആൻഡ് ദേ ഹാവ് എ സ്പീഡ് റേഞ്ച് ഫ്രം 4,000 to 6,000 RPM ആണ് അത് സ്പീഡ് റേഞ്ച്. റേറ്റീവ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് 3,000 to 7,000 gram. പിന്നെ അവർ സ്പീഡ് എന്ന് പറയുന്നത് 13,000 RPM, 8,000 to 13,000 RPM വരെ ഉണ്ടാവും. Relative centrifugal force approximately 10,000 gram. And they sediment in a small volume of material in 1 or 2 minutes. സ്മോൾ ബെഞ്ച് ടോപ്പ് എന്ന് പറയുന്നത് മൈക്രോസെൻട്രിഫ്യൂഗേഴ്സ് രണ്ടിന് വ്യത്യാസം വരുന്നുണ്ട്. വിത്തൗട്ട് റെഫ്രിജറേഷൻ ഉണ്ട്. മൈക്രോസെൻട്രിഫ്യൂഗേഴ്സ് ആകുമ്പോൾ ടേക്ക് ട്യൂബ്സ് ഓഫ് സ്മോൾ വോളിയൂംസ് ആൻഡ് സ്ലോ സ്പ്രാങ് സ്മോൾ ബെഞ്ച് ടോപ്പിൽ ഉണ്ടാവാണ്. പിന്നെ കോമൺ ക്ലിനിക്കൽ ലാബ്സ് അതുപോലെ can take approximately 100 tubes depending on diameter. 100 tubes വരെ അവർക്ക് അപ്രോക്സിമേറ്റ്ലി എടുക്കാൻ പറ്റും. പിന്നെ ഈ മൈക്രോസെൻട്രിഫ്യൂഗേഴ്സ് അല്ലെങ്കിൽ വെരി കോമൺലി ബയോകെമിസ്ട്രി, മോളിക്കുലർ ബയോളജി, ബയോളജിക്കൽ ലാബ്സ്
can generate forces up to 15,000 gram. പിന്നെ with or without differentiation നമുക്ക് മൈക്രോ സെൻട്രിഫ്യൂഗേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഓരോ സാമ്പിൾ കൊടുത്തിട്ട് അതിന്റെ എവിടെയാണ് ആപ്ലിക്കേഷൻസ്, ഏത് സെപ്പറേഷനാണ് വേണ്ടത് ജസ്റ്റ് കൊടുത്തതാണ്. DNA and RNA ആണെങ്കിൽ അവർക്ക് CSI ഗ്രേഡിയന്റ് വേണം. പിന്നെ വേർട്ടിക്കൽ ആൻഡ് ഫിക്സ്ഡ് ആംഗിൾ ആയിരുന്നു റോട്ടർ വേണ്ടത്. വൈറസ് ആണെങ്കിൽ സിംഗിങ് ബക്കറ്റ് വേണം റോട്ടർ. സെപ്പറേഷൻ എന്ന് പറയുന്നത് സൂപ്രോസ് ഗ്രേഡിയന്റ്. പ്രോട്ടീൻസ് ആണെങ്കിൽ ഫിക്സ്ഡ് ആംഗിൾ വേണം. അങ്ങനെ ഓരോന്ന് കൊടുക്കും. Gradient media. There are several gradient material used in centrifugation. Centrifugation പലതരത്തിലുള്ള gradient material യൂസ് ചെയ്യുന്നുണ്ട്. Sucrose and fake oil. Sucrose and fake oils ആണെങ്കിൽ അവർ മോർഫോളജി അതുപോലെ തന്നെ സബ്സെല്ലുലാർ ഫ്രാക്ഷൻസിലെല്ലാം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സീഷ്യം ക്ലോറൈഡ് ആണെങ്കിൽ യൂസ്ഫുൾ ഇൻ ഐസോപിക്നിക് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക്. പിന്നെ പൊട്ടാഷ്യം ബ്രോമൈഡ് ആണെങ്കിൽ യൂസ്ഫുൾ ഇൻ ഐസോപിക്നിക് ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക്. പിന്നെ പെർക്കോൾ യൂസ് ചെയ്യുന്നുണ്ട്, അതിന് ലോ ഓസ്മോളാരിറ്റി ഉള്ളത്. പിന്നെ മെറിറ്റിസമൈഡ് ഐസൊലേഷൻ ഓഫ് മെമ്പറിൻ ഫ്രാക്ഷൻസ് ബൈ ഫ്ലോട്ടേഷൻ. നെക്കോഡൻസും സെയിം തന്നെ. ഗ്രാഫിനാണെങ്കിൽ ഫോർ സെൽ ഫ്രാക്ഷനേഷൻ. സെൻട്രിഫ്യൂഗൽ ഫ്രാക്ഷനേഷൻ ഓഫ് സെൽ ഓർഗാനിൽ ഓരോ സെൽ ഓർഗാനിലും എത്ര ഫോഴ്സ് വേണം. ന്യൂക്ലിയർ ആണെങ്കിൽ ഇത്ര ഫോഴ്സ്, മൈറ്റോകോൺഡ്രിയ 30,000 G, അങ്ങനെ എത്ര ഫോഴ്സ് വേണം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നെക്സ്റ്റ് ഒരു സെൻട്രിഫ്യൂഗേഷൻ നോക്കാം. ഫസ്റ്റ് പ്രിപ്പറേറ്ററി സെൻട്രിഫ്യൂഗേഷന് അതിലുള്ള ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ 3 ടൈപ്പാണുള്ളത്. ഒന്ന് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷന്. ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ആൻഡ് സബ്സെല്ലുലാർ ഫ്രാക്ഷനേഷൻ ടെക്നിക് ആൻഡ് ആർ ഇൻഡിസ്പെൻസിബിൾ മെത്തേഡ് യൂസ്ഡ് ഇൻ ബയോകെമിക്കൽ റിസർച്ച്. സെല്ലുലാർ അതുപോലെ തന്നെ സബ്സെല്ലുലാർ ഫ്രാക്ഷനേഷൻ ടെക്നിക്കാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ. Although proper separation of many subcellular structures is absolutely dependent on preparatory ultracentrifugation. അപ്പം അധിക സബ്സെല്ലുലാർ സ്ട്രക്ചറിന്റെയും സെപ്പറേഷൻ എന്ന് പറയുന്നത് അധികം എങ്ങനെയായിരിക്കും പ്രിപ്പറേറ്ററി അൾട്രാസെൻട്രിഫ്യൂഗേഷൻ വഴിയാണ് നടക്കുന്നത്. ആൻഡ് ദ ഐസൊലേഷൻ ഓഫ് ദ ലാർജ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ്, the nuclear fraction, mitochondria, chloroplast, or large protein prospects can be achieved by conventional high-speed refrigerated centrifugation. എന്നാൽ ലാർജ് സെല്ലുലാർ സ്ട്രക്ചേഴ്സ്, സബ്സെല്ലുലാർ സ്ട്രക്ചേഴ്സ് പ്രിപ്പറേറ്ററി അൾട്രാസെൻട്രിഫ്യൂഗേഷൻ വഴി നടക്കാം. എന്നാൽ വലിയ വലിയ സെല്ലുലാർ സ്ട്രക്ചേഴ്സ് ഉണ്ടല്ല, ന്യൂക്ലിയർ ഫ്രാക്ഷൻ, മൈറ്റോകോൺഡ്രിയ, ക്ലോറോപ്ലാസ്റ്റ്, ലാർജ് പ്രോട്ടീൻ, ഇവരെല്ലാം നമ്മൾ കൺവെൻഷണൽ ഹൈ സ്പീഡ് റെഫ്രിജറേറ്റഡ് സെൻട്രിഫ്യൂഗേഷൻ വേണം, എന്നാൽ മാത്രമേ അതിന് സെപ്പറേഷൻ നടക്കൂ. ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ഈസ് ബേസ്ഡ് അപ്പോൺ ദ differences in the sedimentation rate of biological particles. അപ്പോൾ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നത് അതിന്റെ പേര് പോലെ തന്നെ സെഡിമെന്റേഷൻ റേറ്റിലുള്ള ഡിഫറൻസസ് കൊണ്ട് നടക്കുന്ന സെപ്പറേഷനാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ എന്ന് പറയുന്നത്. അപ്പം ബയോളജിക്കൽ പാർട്ടിക്കിൾസിന്റെ അവരുടെ സൈസും ഡെൻസിറ്റിയും ഡിഫറെന്റ് ആയിരിക്കില്ലേ, അപ്പൊ അതനുസൃതമാക്കിയിട്ട് അവർ സെഡിമെന്റേഷൻ റേറ്റും ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് വഴിയാണ് ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ നടക്കുന്നത്. Crude tissue homogeneous containing organelles, membrane vesicles, and other structural fragments are divided into different fractions by the stepwise increase of the applied centrifugal field. അപ്പൊ നമുക്ക് എന്താണ് ഓർഗാനൽസ്, മെംബ്രെയിൻസ്, വെസിക്കിൾസ്, ഇവരൊക്കെ ക്രൂഡ് ടിഷ്യൂസ് ഉണ്ടാവില്ലേ, ആ ടിഷ്യൂസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാന്ന് വെച്ചാൽ സ്റ്റെപ്പ് വൈസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന സെൻട്രിഫ്യൂഗൽ ഫീൽഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കാം. അത് നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. Following the initial sedimentation of the largest particle of a homogeneity by centrifugation, various biological structures or aggregates are separated into pellet. അപ്പം ഈ ഇനീഷ്യൽ സെഡിമെന്റേഷൻ ഇങ്ങനെ നമ്മൾ ഫോളോ ചെയ്താല് നമുക്ക് ലാർജസ്റ്റ് പാർട്ടിക്കിൾസ് നമുക്ക് സെൻട്രിഫ്യൂഗേഷൻ വഴി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അവരെ വേരിയസ് ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അവരെ അഗ്രിഗേറ്റ്സിന് നമുക്ക് എന്ത് ചെയ്യാം, പെല്ലറ്റില് സൂപ്പർ ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് അവരെ സെപ്പറേറ്റ് ചെയ്യാം. സൂപ്പറേറ്റിന്റെ ലിക്വിഡ് ആയിട്ട് നമുക്ക് അവരെ മേലെ കിട്ടും, നമുക്ക് പെട്ടെന്ന് തന്നെ അത് സെപ്പറേറ്റ് ചെയ്ത് മാറ്റാം. ഡിപ്പെൻഡിങ് അപ്പോൺ ദ സ്പീഡ് ആൻഡ് ടൈം ഓഫ് ദ ഇനിഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ സ്റ്റെപ്സ് ആൻഡ് ഡെൻസിറ്റി ആൻഡ് റേറ്റ് സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ. അത് സെപ്പറേഷൻ എന്ന് പറയുന്നത് വെറുതെ നടക്കുന്നതല്ല, അത് ഒന്നിക്കൽ എന്തായിരിക്കും, ടൈമിനെ ഡിപ്പെൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ സൈസ്, അങ്ങനെ പാർട്ടിക്കിൾസിന്റെ സൈസ് അല്ലെങ്കിൽ ഡെൻസിറ്റി, ഇതിലൊക്കെ ഡിപ്പെൻഡ് ആയിരിക്കും സെപ്പറേഷൻ ഉണ്ടാകാം. To increase the yield of membrane structures and protein aggregates released,
cellular debris pellets are often rehomogenized several times and then recentrifuged. അപ്പം ഈ മെംബ്രെയിൻ സ്ട്രക്ചേഴ്സിന്റെ അല്ലെങ്കിൽ പ്രോട്ടീൻ അഗ്രിഗേറ്റ്സിനെല്ലാം ഈൽഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? pellets are often rehomogenized several times. Pellet നമ്മൾ എന്ത് ചെയ്യണം? ഇടക്കിടക്ക് rehomogeneize ചെയ്യണം and then recentrifuge. And this is especially important in the case of rigid biological structures. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ എപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയി വരാന്ന് വെച്ചാൽ റിജിഡ് ആയിട്ട് ബയോളജിക്കൽ സ്ട്രക്ചർ ഉണ്ടാവില്ലേ, ഏതെല്ലാം നമ്മൾ മസിൽസിലുള്ള കണക്ടിവിറ്റി, മസിൽസ് അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂസ് അല്ലെങ്കിൽ ചെറിയ ടിഷ്യൂ സാമ്പിൾസ് അല്ലെ, അങ്ങനെയൊക്കെ ഹ്യൂമൻ ബയോപ്സി മെറ്റീരിയൽ അല്ലെങ്കിൽ പ്രൈമറി സെൽ സ്ട്രക്ചേഴ്സിന്റെ ഒക്കെ കേസിൽ നമുക്ക് എന്താ പറയാ റിജിഡ് ബയോളജിക്കൽ സ്ട്രക്ചേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ആ കേസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഡ്യൂറിംഗ് ഡിഫറൻഷ്യൽ sedimentation of a particle in suspension in a centrifugal field, the movement of the particle is dependent upon density, shape, and size. With differential sedimentation സമയത്ത് the particle suspension in the centrifugal field, movement of the particle is dependent upon their density, shape, and size. Particles in the movement എന്ന് പറയുന്നത് അതിന്റെ ഡെൻസിറ്റി, ഷേപ്പ് ആൻഡ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഫിഗർ ആണ് കൊടുത്തത്. ആദ്യം നമുക്ക് മിക്സ് ആയിട്ടുള്ള സാധനം ഉണ്ട്. രണ്ടാമത്തെ കേസ് നോക്കുകയാണെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്യുന്നു. മൂന്നാമത്തെ കേസിൽ അത് ഫുൾ ഇങ്ങനെ ആ ഒരു സൈസ് അനുസരിച്ച് സെപ്പറേറ്റ് ചെയ്യും. Initially, all particles of a homogen are evenly distributed throughout the centrifugal tube. താഴെ നടന്ന സെൻട്രിഫ്യൂഗൽ ട്യൂബിലെ എല്ലാ പാർട്ടിക്കിൾസും ഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. പിന്നെ and then they move down the tube at their respective sedimentation rate during centrifugation. പിന്നെ അവർ എന്ത് ചെയ്യും? ട്യൂബിൽ കൂടി മൂവ് ചെയ്യും at their respective sedimentation rate during centrifugation. അവർ സെഡിമെന്റേഷൻ റേറ്റിനെ അടിസ്ഥാനമാക്കി അവരവരുടേതായ റേറ്റിൽ സെൻട്രിഫ്യൂഷന് വേണ്ടി ട്രാവൽ ചെയ്യും. And the largest class of the particle forms a pellet on the bottom. വലിയ ആൾക്കാർ എന്ത് ചെയ്യും? ബോട്ടത്തിൽ താഴത്തിൽ പെല്ലറ്റിന്റെ അടുത്തേക്ക് പോകും. സെൻട്രിഫ്യൂഗൽ ട്യൂബിലെ പെല്ലറ്റ് ഓൺ ദ ബോട്ടത്തിലേക്ക് ലാർജ് പാർട്ടിക്കിൾസ് പോകും. എന്നാലും സ്മോളർ സൈസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് സൂപ്പർ നെറ്റിൽ തന്നെ നിൽക്കും. അപ്പൊ സൂപ്പർ നെറ്റിൽ ആരുണ്ടാവുക? സൂപ്പർ നെറ്റിൽ സ്മോൾ സൈസ് ആൾക്കാരുണ്ടാവും. ലാർജ് സൈസ് ആൾക്കാരാണെങ്കിൽ ബോട്ടത്തിലുള്ള പെല്ലറ്റിൽ ഉണ്ടാവും. And however, during the initial centrifugation step, smaller particles also become entrapped in the pellet, causing a certain degree of contamination. എന്നാൽ നമ്മൾ സെൻട്രിഫ്യൂഗേഷൻ ചെയ്ത സമയത്ത് ചെറിയ പാർട്ടിക്കിൾസ് ഇല്ലേ, അവർ ചിലപ്പോൾ എന്ത് ചെയ്യും? ബോട്ടത്തിൽ പെല്ലറ്റിലേക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് കാരണം കണ്ടാമിനേഷൻ നടക്കും. അപ്പൊ ഓരോ സെൻട്രിഫ്യൂഗേഷൻ സ്റ്റെപ്പ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? സൂപ്പർഹെഡ് ഫ്രാക്ഷൻസിനെ കെയർഫുള്ളി സെപ്പറേറ്റ് ചെയ്യണം. അപ്പൊ കണ്ടാമിനേഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ പെല്ലറ്റ് ഇടക്കിടക്ക് വാഷ് ചെയ്യണം. To minimize the cross contamination, pellets are usually washed several times by resuspension in buffer. അപ്പൊ എങ്ങനെ വാഷ് ചെയ്യുന്ന വെച്ചാൽ ബഫറിൽ റീസസ്പെൻഷൻ ചെയ്യാം ആൻഡ് റീസെൻട്രിഫ്യൂഗേഷൻ നമ്മുടെ സെയിം കണ്ടീഷനിൽ റീസെൻട്രിഫ്യൂഗേഷനും ചെയ്യാം. However, repeated washing steps may considerably reduce the yield of the final pellet fraction. അപ്പൊ ഇങ്ങനെ റിപ്പീറ്റ് വാഷ് ചെയ്താല് ഫൈനൽ പെല്ലറ്റ് ഫ്രാക്ഷനിൽ ഈൽഡിൽ കുറയാൻ സാധ്യതയുണ്ട്, പക്ഷെ എന്നാലും കണ്ടാമിനേഷൻ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. And therefore omitted in preparations with limiting starting material. Resulting superheated fractions are centrifuged at a higher speed. അപ്പൊ ലാസ്റ്റ് റിസൾട്ട് കിട്ടുന്ന സൂപ്പർഹെഡ് ഫ്രാക്ഷൻസ് എന്താ ചെയ്യുക? ഹൈ സ്പീഡിൽ സെൻട്രിഫ്യൂഗ് ചെയ്യുക ആൻഡ് ഫോർ ലോങ്ങർ ടൈം ആൻഡ് സെപ്പറേറ്റ് മീഡിയം സൈസർ ആൻഡ് സ്മോൾ സൈസർ പാർട്ടിക്കിൾ. With respect to the separation of the organelles and membrane vesicles, crude differential centrifugation techniques can be conventionally employed to isolate intact mitochondria and microsomes. For separation of organelles, അതുപോലെ തന്നെ മെമ്പറൈൻ വെസിക്കിൾസ് സെപ്പറേഷന് crude differential centrifugation techniques നമുക്ക് can be conveniently employed to isolate mitochondria, microsomes. നമുക്ക് ഈ ഒരു ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് മൈറ്റോകോൺട്രിയ അതുപോലെ മൈക്രോസോംസിനെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അപ്പൊ ഡിഫറൻഷ്യൽ സെൻട്രിഫ്യൂഗേഷൻ പറഞ്ഞു, ഒന്നില്ല സൈസ് അനുസരിച്ച് അതിന് സെഡിമെന്റേഷൻ റേറ്റ് ഒക്കെ നോക്കിയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ നോക്കാം. To further separate biological particles of similar size but different density, ultracentrifugation with performed or self-established density gradients is the method of choice. അപ്പൊ നമുക്ക് ബയോളജിക്കൽ പാർട്ടിക്കിൾസിന് സൈസ് സിമിലർ ആണ്, പക്ഷെ അവരുടെ ഡെൻസിറ്റിയിൽ ഡിഫറെന്റ് ഉണ്ട്.
അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡെൻസിറ്റി ഗ്രേഡിയന്റ് സെൻട്രിഫ്യൂഗേഷൻ യൂസ് ചെയ്യാം. അപ്പൊ അൾട്രാ സെൻട്രിഫ്യൂഗേഷനിലൂടെ നമ്മൾ എന്ത് ചെയ്യും? സെൽഫ് എസ്റ്റാബ്ലിഷിംഗ് ഡെൻസിറ്റി ഗ്രേഡിയൻസും കൂടിയിട്ടാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ബോത്ത് റേറ്റ് സെപ്പറേഷൻ ഓർ ഇക്വിലിബ്രിയം മെത്തേഡ്സ് കാൻ ബി യൂസ്ഡ്. നമുക്ക് റേറ്റ് സെപ്പറേഷൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇക്വിലിബ്രിയം മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാം. ഇൻ ഫിഗർ ദ പ്രിപ്പറേറ്റീവ് അൾട്രാ സെൻട്രിഫ്യൂഗേഷൻ ടു ലോ ടു ഹൈ ഡെൻസിറ്റി is shown. ഫിഗറിൽ കൊടുത്തിട്ടുണ്ട്. ആൻഡ് a mixture of particles such as present in a heterogeneous microsomal membrane preparation is layered on the top of performed liquid density gradient. നമുക്ക് നമ്മൾ പെർഫോം ചെയ്യുന്ന ലിക്വിഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യാം? മിക്സ്ചർ ഓഫ് പാർട്ടിക്കിൾസ്, അതായത് ഹെട്രോജീനിയസ് മൈക്രോസോമൽ മെമ്പറൈൻ പ്രിപ്പറേഷൻ എന്ത് ചെയ്യാം? നമുക്ക് ടോപ്പിൽ ലെയർ ചെയ്ത് വെക്കണം. ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ ദ പാർട്ടിക്കുലർ ബയോളജിക്കൽ ആപ്ലിക്കേഷൻ ഗ്രേറ്റ് വെറൈറ്റി ഓഫ് ഗ്രേഡിംഗ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ. അപ്പോൾ നമുക്കിപ്പോ ഒരുപാട് ടൈപ്പ് ഗ്രേഡിംഗ് മെറ്റീരിയൽസ് നമുക്കിപ്പോ അവൈലബിൾ ആണ്. സീഷ്യൻ ക്ലോറൈഡ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഫോർ ബാൻഡിങ് DNA. അപ്പൊ DNA ബാൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ അധികം ഉപയോഗിക്കുന്ന ബാൻഡിങ് മെറ്റീരിയൽ സീഷ്യൻ ക്ലോറൈഡ് ആണ്. ആൻഡ് ഐസൊലേഷൻ ഓഫ് ദ പ്ലാസ്മിഡ് നമുക്ക് യൂസ് ചെയ്യാം. ഒരു ന്യൂക്ലിയോ പ്രോട്ടീൻസ്, വൈറസസ്, ഇവരൊക്കെ സീഷ്യൻ ക്ലോറൈഡ് യൂസ് ചെയ്യാം. സോഡിയം ബ്രോമൈഡും സോഡിയം അയോഡൈഡും നമുക്ക് എവിടെ യൂസ് ചെയ്യാം? ലിപ്പോ പ്രോട്ടീൻസ്, അതുപോലെ ബാൻഡിങ് ഓഫ് DNA or RNA മോളിക്യൂൾസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ വേരിയസ് കമ്പനീസ് ഓഫർ എ റേഞ്ച് ഓഫ് ഗ്രേഡിംഗ് മെറ്റീരിയൽസ് ഫോർ ദ സെപ്പറേഷൻ ഓഫ് ഹോൾ സെൽസ് ആൻഡ് സബ്സെല്ലുലാർ പാർട്ടിക്കിൾസ്. പെർക്കോൾ, ഫൈക്കോൾ, ഡെക്സ്ട്രാൻ, മെട്രിസമൈഡ്, നിക്കോഡൻസ്, ഇതൊക്കെ വേറെ നമ്മൾ യൂസ് ചെയ്യുന്ന ഗ്രേഡിയന്റ് മെറ്റീരിയൽസ് ആണ്. And for separation of biological particles using a density gradient, samples are carefully layered up. സെപ്പറേറ്റ് എവിടെ ഫസ്റ്റ് സാമ്പിൾസിന് ലെയറിൽ എന്ത് ചെയ്യുക? കെയർഫുള്ളി ടോപ്പിൽ വെക്കാം. And perform a density gradient prior to centrifugation. ഇനി density gradient പെർഫോം ചെയ്യാം. For isopyctic separation, centrifugation is continued. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ സെൻട്രിഫ്യൂഗേഷൻ കണ്ടിന്യൂ നടത്താം. എത്ര വരെ? until desired particles reach their isopyctic positions. അപ്പൊ നമുക്ക് വേണ്ട സാധനം അതിന് ഐസോപിക് പൊസിഷനിൽ എത്തുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? സെൻട്രിഫ്യൂഗേഷൻ നടത്തിക്കൊണ്ടേ നിൽക്കണം. ഇൻ കോൺട്രാസ്റ്റ്, ഡ്യൂറിംഗ് റേറ്റ് സെപ്പറേഷൻ ദ റിക്വയർഡ് ഫ്രാക്ഷൻ ഡസൻറ്റ് റീച്ച് ദി ഐസോപിക് പൊസിഷൻ ഡ്യൂറിംഗ് ദി സെൻട്രിഫ്യൂഗേഷൻ റൺ. അപ്പൊ അതിന്റെ ഫിഗറാ കൊടുത്തത്. മേലെ സാമ്പിൾ ഡെൻസിറ്റി ഗ്രേഡിയന്റ് ടൈം ഓഫ് സെൻട്രിഫ്യൂഗേഷൻ. ഇപ്പൊ സ്മോൾ സൈസ് ആകുമ്പോൾ മേലെ, മീഡിയം സൈസ് നടുക്കുണ്ടാവും, ലാർജ് സൈസ് താഴെ. For the suppression of membrane vesicles derived from tissue homogeneous, ultra pure DNAs and proteins for sucrose represents a suitable and widely employed medium for the preparation of stable gradient. അപ്പൊ മെമ്പറൈൻ വെസിക്കിൾസിന് നമുക്ക് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ അധികം DNAs, RNAs, പ്രോട്ടീൻസ് അതെല്ലാം നമ്മൾ വൈഡ്ലി എംപ്ലോയ് ചെയ്യുന്നത്. പിന്നെ if one wants to separate all membrane species spanning the whole range of particle density, the maximum density gradient. അപ്പൊ നമുക്ക് എല്ലാ പാർട്ടിക്കിളും സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം ഡെൻസിറ്റി ഗ്രേഡിയന്റ് കൊടുക്കണം. ആ ഡെൻസിറ്റി ഗ്രേഡിയന്റ് എന്തായിരിക്കണം? ആ ഡെൻസ് വെസിക്കിൾ സ്പീഷീസിന്റെ ഡെൻസിറ്റി ഇല്ലേ, അതിനെ എക്സീഡ് ചെയ്ത ഡെൻസിറ്റി ഗ്രേഡിയന്റ് കൊടുത്താൽ നമുക്ക് എല്ലാ സാധനവും സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബോത്ത് സ്റ്റെപ്പ് ഗ്രേഡിയന്റ് and continuous gradient systems are employed to achieve this. സ്റ്റെപ്പ് ഗ്രേഡിയന്റോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ഗ്രേഡിയന്റോ നമുക്ക് എന്ത് ചെയ്യാം? യൂസ് ചെയ്യാം. ഇങ്ങനെ അച്ചീവ് ചെയ്യുമ്പോഴേക്ക് ഈ ഓട്ടോമാറ്റിക് ഗ്രേഡിയൻസ് മാർക്കേഴ്സ് ആർ നോട്ട് അവൈലബിൾ. It is probably case in most undergraduate practical cases. The manual pouring or stepwise grading with the help of pipette is not so time consuming, so difficult. Automatic gradient available നമുക്ക് എന്ത് യൂസ് ചെയ്യാം? പ്രാക്ടിക്കൽ കേസിൽ മാനുവൽ പോറിംഗ് ഓഫ് സ്റ്റെപ്പ് വൈസ് ഗ്രേഡിംഗ് നമുക്ക് യൂസ് ചെയ്യാം. എങ്ങനെ? പിപ്പറ്റിന്റെയും ഹെൽപ്പോടെ നമുക്ക് സ്റ്റെപ്പ് വൈസ് ഗ്രേഡിയന്റ് യൂസ് ചെയ്യാൻ പറ്റും. In contrast, formation of a stable continuous gradient is much more challenging. പക്ഷെ കണ്ടിന്യൂസ് ഗ്രേഡിയന്റ് ഉപയോഗിക്കാന്ന് വെച്ചാൽ കുറച്ചുകൂടി ചാലഞ്ചിങ് ആണ്. അതുപോലെ തന്നെ ആൻഡ് റിക്വയർസ് എ കൊമേഴ്ഷ്യലി അവൈലബിൾ ഗ്രേഡിയന്റ് മേക്കർ. കൊമേഴ്ഷ്യൽ അവൈലബിൾ ഗ്രേഡിയന്റ് മേക്കറും അതിന് ആവശ്യമുണ്ട്. ആൻഡ് ഫോളോയിങ് pouring gradients are usually kept in a cold room. ഗ്രേഡിയൻസ് നമ്മൾ സാധാരണ എന്ത് ചെയ്യണം? കോൾഡ് റൂമിൽ വെക്കണം. ടെമ്പറേച്ചർ ഇക്വിലിബ്രേഷന് വേണ്ടി കോൾഡ് റൂമിൽ വെക്കണം. ആൻഡ് ആർ മൂവ്ഡ് എക്സ്ട്രീംലി സ്ലോലി ഇൻ സ്പെഷ്യൽ ഹോൾഡേഴ്സ്. സ്പെഷ്യൽ ഹോൾഡേഴ്സിൽ അതിനെ സ്ലോ ആയിട്ട് മൂവ് ചെയ്യിപ്പിക്കണം. സോ ആസ് ടു അവോയ്ഡ് മിക്സിംഗ് ഓഫ് ഡിഫറെന്റ് ഗ്രേഡിയന്റ് ലെയേഴ്സ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഫറെന്റ് ഗ്രേഡിയന്റ് ലെയേഴ്സിനെ മിക്സ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഫോർ റൈറ്റ് സെപ്പറേഷൻ ഓഫ് സബ്സെല്ലുലാർ പാർട്ടിക്കിൾസ് the required fraction doesn't reach its isopyctic position with the gradient. For isopyctic separation, density centrifugation is continued until the bion density of the particle of interest and the density of the gradient are equal.
അപ്പൊ എന്താ പറയാ ബയോയുടെ ഡെൻസിറ്റി ഓഫ് ദ പാർട്ടിക്കിളും അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ഗ്രേഡിയന്റും ഈക്വൽ ആകുന്നവരെ എന്ത് ചെയ്യും ഈ ഐസോട്ടോപിക് സെപ്പറേഷനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇത്രയേ ഉള്ളൂ.